ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെയുള്ള നിങ്ങൾക്കെല്ലാവർക്കും വളരെ പരിചിതയായ ദീർഘവർഷങ്ങളായിട്ട്, ഇതാണ് 3-ാമത്തെ വയസ്സ് മുതൽ 6 വർഷത്തോളമായിട്ട് കിഡ്സ് ക്യാറ്റ് എന്ന ശുശ്രൂഷ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇമ്മാക്കുലയുടെയാണ് ഉള്ളത്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ചിന് കുറച്ച് ദിവസങ്ങളിൽ വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇമ്മാക്കുലയുടെ അല്ലെങ്കിൽ മറ്റു ചിലരൊക്കെ ആയിരിക്കും ഇനി ഏതാനും ആഴ്ചകളിൽ നമ്മുടെ കൂടെ ഉള്ളത്. ഇന്ന് നമ്മൾ ഈ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ വളരെ പ്രത്യേകത ദിവസമാണ്. ഇന്നത്തെ ദിവസം പ്രത്യേകത ഇമ്മാക്കുലയുടെ അതെ, ഇന്ന് പരിശുദ്ധ ത്രിത്വം തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ്. നമുക്ക് ഇമ്മാക്കുലയോട് തന്നെ ചോദിക്കാം. ആദ്യം അങ്ങോട്ട് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ പറയാൻ ശ്രമിക്കുകയാണ്. ഇമ്മാക്കുലയ്ക്ക് എന്താണ് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പെട്ടെന്ന് പറയാൻ മനസ്സിലേക്ക് വരുന്നത്? പരിശുദ്ധ ത്രിത്വത്തിൽ 3 ആളുകളുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. 3 ദൈവങ്ങളാണോ? ഏകദൈവമാണ്. ത്രിയേക ദൈവം എന്നാണ് വിളിക്കുന്നത്. പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടോ ത്രിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ? പിന്നെ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന്. പക്ഷേ പരിശുദ്ധ ത്രിത്വമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതായത് പരിശുദ്ധ ത്രിത്വമാകുന്ന ആ ദൈവമാണ് അല്ലേ? പലപ്പോഴും ഒരു പിതാവായ ദൈവം മാത്രം സൃഷ്ടിച്ചു എന്ന രീതിയിലാണ് മനുഷ്യന്റെ ഉള്ളിലുള്ളത്. അങ്ങനെ വചനം ഓർക്കുന്നുണ്ടോ? എവിടെയാണ് ത്രിത്വമാണെന്ന് സൃഷ്ടിച്ചത് വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ ഓർക്കുന്നുണ്ടോ? നമുക്ക് സാദൃശ്യത്തിലും അവിടെ നമുക്ക് നമ്മുടെ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാനും പറയാതെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വലിയ തിരുനാളാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരുനാൾ ഒന്നാണ് ഈ തിരുനാൾ. കാരണം നമ്മളുടെ ഇപ്പം ഇമ്മാക്കുലയുടെ പറഞ്ഞതുപോലെ നമ്മളുടെ അസ്തിത്വത്തിൻ്റെ ഉറവിടമായ ത്രിയേക ദൈവം, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും പരിശുദ്ധ ത്രിത്വമാണ്. അത് മനോഹരമായിട്ട് ഈശോ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിന് 3-ാമത്തെ വചനം, ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച ഈശോ മിശിഹായെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നിത്യജീവൻ എന്നൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ ഒരു സ്ഥലത്ത് പോയിരിക്കുന്നതായിട്ട് ചിലരിങ്ങനെ കണക്കാക്കും, അല്ലെങ്കിൽ ഈശോയുമായിട്ടുള്ള ബന്ധം മാത്രമായിട്ട് ചിലർ കണക്കാക്കും. പക്ഷേ ഈശോ കൃത്യമായിട്ട് വെളിപ്പെടുത്തി പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള സ്നേഹത്തിൻ്റെ ഐക്യമാണ് നിത്യജീവൻ അല്ലേ? അതാണ് നിത്യജീവൻ. അതുകൊണ്ടാണ് നമ്മൾ മാമോദീസായി നമ്മളെ എങ്ങനെയാണ് നാമോത്സവമാക്കിയത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. നമ്മളെ മാമോദീസ നോക്കിയ സമയത്ത് നമ്മളൊരു കുടുംബത്തിൽ അംഗമായി. ഏത് കുടുംബമാണ്? പരിശുദ്ധ ത്രിത്വ കുടുംബത്തിൽ അംഗമായി തീർന്നു. ആ കുടുംബത്തിൽ നമ്മൾ അതെ പരിശുദ്ധ ത്രിത്വത്തിലെ കുടുംബത്തിൽ അംഗമായി. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഇമ്മാക്കുലയുടെ തെക്കേടത്തുനിന്ന് വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വളരണം അല്ലേ? വളർന്ന പേരൻസിനെ പോലെ അപ്പോൾ വളർന്നോളെന്ന് പറയും. എന്ന് പറഞ്ഞത് തന്നെ ത്രിത്വ കുടുംബത്തിൽ നമ്മൾ മാമോദീസായിൽ ഒരു ശിശുവായിട്ട് ജനിച്ചു. ഇനി ആ ത്രിത്വ കുടുംബത്തിൽ നമുക്ക് വളരാൻ വേണ്ടി ദൈവം ഭൂമിയിൽ ഒരു സംവിധാനം വെച്ചിട്ടുണ്ട്. അതാണ് തിരുസഭ. ആ തിരുസഭയിലെ കൂദാശകൾ സ്വീകരിച്ച് ദൈവവചനമൊക്കെ ജീവിച്ച് ആ സഭയിലുള്ള ഓരോ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പടിപടിയായിട്ട് ത്രിത്വ കുടുംബത്തിലേക്ക് വളർന്ന് ദൈവം ആരാണ്? ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? ദൈവസ്നേഹമാണ്. അപ്പം പരിശുദ്ധ ത്രിത്വം പിതാവ് എപ്പോഴും പുത്രനെയും പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പുത്രൻ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പിതാവിനെയും പുത്രനെയും പൂർണ്ണമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഊഹിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇവരിങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം മുഴുവൻ കൊടുക്കുകയും മേടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുടുംബത്തിലേക്കാണ് നമ്മളെ മെമ്പറായി തീർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ ആ പൂർണ്ണമായ അംഗത്തെ ലഭിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവരെപ്പോലെ തന്നെ പൂർണ്ണമായി സ്നേഹം കൊടുക്കാനും മേടിക്കാൻ വേണ്ടി നമ്മളും ആ ഒരു കഴിവ് സമ്പാദിക്കണം. അതിനുവേണ്ടിയാണ് ഈശോ ഒരു കൽപ്പന നമുക്ക് തന്നത്. എന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പരസ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം കൊടുക്കുകയും ചെയ്യണം, മേടിക്കുകയും ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ത്രിത്വ തിരുനാൾ ദിനത്തിൽ 2 കാര്യങ്ങൾ മനസ്സിലേക്ക് നമ്മൾ ശരിക്കും കൊണ്ടുവരണമെന്നുള്ളൊരു ചിന്ത വരികയാണ്. ഒന്ന്, പരിശുദ്ധ ത്രിത്വത്തെ സ്നേഹിക്കുന്ന അല്ലെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ എന്നോട് ജീവിതം ചെലവഴിക്കുമെന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസമായിട്ട് ഇത് മാറണം.
പലപ്പോഴും നമുക്ക് ത്രിത്വം എന്നുള്ളൊരു ഭക്തിയോ ഒരു വിശ്വാസത്വമോ ഒക്കെ ആയിട്ടൊന്ന് പോവുകയാണ്. പക്ഷേ നമ്മൾ പരിശുദ്ധ ത്രിത്വത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം, അല്ലേ? ത്രിത്വത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം. നമ്മൾ കാറ്റഗറീസ് പഠിച്ചിരിക്കുന്നത് ദൈവം എന്തിനു നമ്മളെ സൃഷ്ടിച്ചു, ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും പറഞ്ഞിരിക്കുന്നത്. അതേപോലെയാണ് പരിശുദ്ധ ത്രിത്വമാണ്. അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തെ അറിയാനും സ്നേഹിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അങ്ങനെ സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നു മുതൽ ഇതുവരെയും നിങ്ങൾ തന്നെ ഒന്ന് ആത്മശം ചെയ്ത് നോക്കി. ജീവിതത്തിൽ നിങ്ങൾക്ക് പല ഇത് കേൾക്കുന്നവർ 10 വയസ്സ് കാണും, 15 വയസ്സ് കാണും, 5 വയസ്സ് കാണും, 30, 40, 50, 60 വയസ്സ് പ്രായമുള്ളവർ കാണും. ജീവിതത്തിൽ എത്ര പ്രാവശ്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു നിങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ടാവും. അതേ ഒരു തീഷ്ണതയിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ പരിശുദ്ധ ത്രിത്വമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങനെ പറയാൻ വേണ്ടിയും ആ പറച്ചിൽ ജീവിതമാകാൻ വേണ്ടിയല്ലേ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ തിരുനാൾ ദിവസം നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം. അപ്പോൾ നമുക്ക് ആ സ്നേഹത്തിലേക്ക്, ഈ ത്രിത്വിക സ്നേഹത്തിലേക്ക് വളരാൻ വേണ്ടി ഈശോ തന്ന കൽപ്പനയാണ് ഇതാണ് പരസ്പര സ്നേഹ കൽപ്പന. അപ്പോൾ അതുകൊണ്ട് തോമസ് അക്വീനാസ് മനോഹരമായൊരു പ്രബോധനം കൂടി സ്വീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് അക്വീനാസ് പറയുന്നത് ഒരു വ്യക്തിയോടുള്ള ഭക്തി എന്നാൽ ആ വ്യക്തിയിലെ നന്മകളെ അനുകരിക്കലാണ്. അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഏറ്റവും നന്മ എന്താണ്? എപ്പോഴും സ്നേഹം കൊടുക്കുക, മേടിക്കുക. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ച് പരിശുദ്ധ ത്രിത്വ ഭക്തി നമുക്ക് ഏറ്റവും പ്രായോഗികമാക്കാവുന്നത് പരസ്പര സ്നേഹ കൽപ്പന ജീവിച്ചുകൊണ്ടാണ്. അപ്പം ഒന്ന് പരിശുദ്ധ ത്രിത്വത്തെ സ്നേഹിക്കാനുള്ള തീരുമാനമെടുക്കുന്ന ദിവസമാകട്ടെ, അതോടൊപ്പം തന്നെ ത്രിത്വിക ദൈവത്തോടുള്ള സ്നേഹം പ്രായോഗികമായി പ്രകടിപ്പിക്കാവുന്ന ഏറ്റവും നല്ല വഴിയായ പരസ്പര സ്നേഹ കൽപ്പനയിൽ ആത്മാർത്ഥമായി ജീവിക്കുവാൻ, അവിടെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള നല്ല തീരുമാനമെടുക്കുന്ന ദിവസമായിട്ട് ഈ ദിവസം മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, നമ്മുടെ സ്നേഹ ദൈവം, നമ്മുടെ സ്നേഹ കൂട്ടായ്മയായ ആ ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥം അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.